രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് തകരാവാം, ടെക്നിക്കൽ എറർ കൊണ്ട് സംഭവിക്കാം, 3 പൈലറ്റ് എറർ കൊണ്ട് സംഭവിക്കാം. ഇതിൽ ഏതാണ് ഇപ്പോൾ കാലപ്പഴക്കത്തിലുള്ള സമയമായിട്ടില്ല, 24 വർഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കൂടുതലല്ല. പിന്നെ പൈലറ്റ് എററാണോ ടെക്നിക്കൽ എററാണോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇത് മൂന്നുമല്ല, ഈ നമ്മളെ കൺട്രോളിന് പുറത്തു പോകുന്ന, അതായത് നെഗറ്റീവ് ഗ്രാവിറ്റിയിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക്, റിവേഴ്സ് ഗ്രാവിറ്റിയിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് പൈലറ്റിന് ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് ഒരു മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അവിടെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഫെയിലിയർ ഉണ്ടാവാം. ഇതൊരു നമുക്ക് വലിയ സംഭവമായിട്ട് നമ്മൾ ഇതിനകത്ത് കാണേണ്ടതില്ല. പിന്നെ ഇതിനെ പുറത്തുള്ള മറ്റു കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോഴും നമ്മുടെ ബ്രഹ്മോസിന് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്തോനേഷ്യ, മലേഷ്യ ഇങ്ങനെ രാജ്യങ്ങൾക്ക് ക്യൂ നിൽക്കുകയാണ്. നമ്മുടെ ആയുധ കച്ചവടത്തിനോ അല്ലെങ്കിൽ മികവിനോ ഒന്നും നമുക്കിത് കാണിക്കുന്നില്ല. ഒരു പൈലറ്റ് എറർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ടെക്നിക്കൽ എറർ ആയിരിക്കാം, അതെല്ലാം വിമാനത്തിൽ സംഭവിക്കുന്നതാണ്. എൻജിൻ ഫെയിലിയർ ആയിരിക്കാം.